നമസ്കാരം ഗൈസ്. ഈ ഒരു കോലത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കോമഡി എൻ്റർടൈനറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ കേരള സമൂഹവുമായിട്ട് നമ്മുടെ സദാചാര ബോധവുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊരു കോമഡി സിനിമയാണ്. അതിൻ്റെ അവസാനം ഒരു മെസ്സേജും കൂടെ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ പറയാം. പിന്നെ ഇത് 3 സ്ത്രീകളുടെ കഥയാണ്. റേക്കലും ലോറ ക്രിസ്, ഇവർ ഒരു 40-നോടടുത്ത് പ്രായമുള്ള ഒരു 3 സ്ത്രീകളാണ്. അവരൊരു ചെറിയൊരു ബോട്ടിക്കൊക്കെ നടത്തി ജീവിച്ചു വരികയാണ്. 3 പേരും നല്ല സുഹൃത്തുക്കളാണ്. ഭർത്താക്കന്മാർ വളരെ അലസന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ചില ആളുകൾ ഭയങ്കരമായിട്ട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ബിസിനസ് പരമായിട്ടുള്ള തിരക്കുകളിൽ, പിന്നെ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു ഫാദർ എന്നുള്ള ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു നല്ല കുടുംബനാഥന്മാരാണ്. അപ്പോൾ ഇവർക്ക് ഭാര്യമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി ലൈഫ്, അതായത് ഒരു 40-നോടടുത്തല്ലോ, അപ്പോൾ പിന്നെ ഇനിയുള്ളത് അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള ലെവലിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ഉള്ളിലുള്ള ഒരു സെക്ഷൽ ഇഷ്ടങ്ങളുണ്ടല്ലോ, കുറച്ച് ലെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് ഫാൻറ്റസീസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ അവർ പല തവണ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പരസ്യമായിട്ട് അവർക്ക് അങ്ങനെ പ്രൈവറ്റായിട്ട് പോലും അവർക്കത് എന്താ പറയുക, അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ച് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു മോളിൽ വെച്ചിട്ട് റേക്കലും ലോറയും കൂടെ എസ്കലേറ്റർ കയറി പോകുന്ന സമയത്ത് അവരുടെ ഒരു കോളേജ് സുഹൃത്തിനെ കാണാൻ ഇടവരികയാണ്. അത് വളരെ സുമുഖനായിട്ടുള്ള, വളരെയധികം സുന്ദരനായിട്ടുള്ള, ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സെർഗിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനൊരു കാമുകി കൂടെ ഉണ്ട്, സിയന്ന. വളരെ കുറഞ്ഞ ഒരു 2K കിഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു 20-25 താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറൊക്കെയാണ്. അപ്പോൾ അവൾ ഭയങ്കര ഹാഷ് പോഷായിട്ട് ജീവിക്കുന്നു. സെർഗിയോയുമായിട്ട് ഒരുപാട് സെക്ഷൽ കണക്ഷനൊക്കെ അവർക്കുണ്ട്. പിന്നെ അവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സിറ്റുവേഷൻഷിപ്പാണ്. അതായത് അവർക്കുള്ള സെക്ഷൽ ഇങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു മാരേജിലേക്കോ അങ്ങനെയുള്ള ഒരു ലിവിങ് ടുഗദർ ആണെങ്കിൽ പോലും അതൊരു വലിയൊരു ഇമോഷണൽ ടച്ചുള്ള ഒരു ബന്ധമല്ല. അങ്ങനെ അവരങ്ങനെ പരസ്പരം ജീവിക്കുന്നു, ഒരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയും. അങ്ങനെ സെർഗിയോയുമായിട്ട് നമ്മുടെ ലോറ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ വളരെയധികം കാലത്തിന് ശേഷം തന്നെ കണ്ടുമുട്ടിയ തൻ്റെ സഹപാഠി സെർഗിയോയ്ക്ക് അന്ന് ലോറയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് പറയാൻ വേണ്ടി പോകുന്ന സമയത്താണ് ലോറ ഇപ്പം മാരേജ് ചെയ്തിരിക്കുന്ന ആൾ അവളെ പ്രപ്പോസ് ചെയ്യുകയും അവർ തമ്മിൽ മാരേജ് ചെയ്യുന്നതും. അങ്ങനെ പറയാതെ പോയിട്ടുള്ളൊരു പ്രണയം സെർഗിയോയുടെ ഉള്ളിലുണ്ട്. അപ്പം അത് ലോറയുമായിട്ട് അയാൾ അപ്പം തന്നെ റിവീൽ ചെയ്യുകയാണ്. എനിക്ക് പണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യത്തിലേക്കൊക്കെ കടന്നു വരുന്നു. അപ്പോൾ ലോറയ്ക്കും അത് പറഞ്ഞല്ലോ എന്നുള്ളൊരു ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ ലോറയും അയാളെ നല്ല രീതിയിൽ കാണുന്നു. അങ്ങനെ ഇവർ ഒരു ദിവസം സിയന്ന, അതായത് നമ്മുടെ സെർഗിയോയുടെ കാമുകി, ഇവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു പാർട്ടിക്ക് വിളിക്കുകയാണ്. സെർഗിയോയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ടിക്ക് ഈ 3 പേരെയും, ഈ 3 സുഹൃത്തുക്കളെയും വിളിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ്മാരെ പറ്റി പറഞ്ഞല്ലോ, ഭയങ്കര മടിയന്മാരാണ്, ഭയങ്കര ബിസിനസ് ഓറിയൻറ്റഡ്, വർക്ക് ഹോളിക്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെയാണ്. അങ്ങനെ ഇവരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇവർ ഈ ഭാര്യമാർ കട്ടച്ചങ്കുകളാണ്, പക്ഷേ ഈ ഭർത്താക്കന്മാർ കട്ട ചങ്കുകളാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി 6 പേരും കൂടെ സെർഗിയോയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു എന്താ പറയുക, ഒരു പാർട്ടിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് സിയന്ന ഒരു കളി പറയുകയാണ്, ഒരു ഗെയിം പറയുകയാണ്. അതായത് അവരുടെ എല്ലാവരുടെയും താക്കോലുകൾ, 3 താക്കോലുകളുണ്ട്, 4 താക്കോലുകളുണ്ടാവും. അപ്പോൾ സിയന്നയും സെർഗിയോയും കൂടെ കൂട്ടിയിട്ട് 4 കപ്പിൾസാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ താക്കോലുകൾ ഇടുന്നു. എന്നിട്ട് ഈ ആണുങ്ങളോട് അതിലേതെങ്കിലും ഒരു താക്കോൽ എടുക്കാൻ പറയാണ്. അങ്ങനെ അവർ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് താക്കോലുകൾ എടുക്കുന്നത്. അപ്പോൾ സിയന്ന പറയുന്നു, ഇനി ഇപ്പോൾ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കുകയാണല്ലോ, ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്യട്ടെ. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഗെയിമാണിത്. ഈ ഒരു രാത്രി മാത്രം അവർ കാമുകന്മാരായിട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടോ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, സംസാരിച്ചിരിക്കാം, സെക്സ് വേണമെങ്കിൽ അത് ചെയ്യാം, പുറത്തു പോകണമെങ്കിൽ പോവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് അന്ന് ആ രാത്രി മാത്രമേ ഉള്ളൂ ആ ഒരു കളി. പിന്നെ ആ ഒരു കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 രീതിയിലും ആ കളികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസം ഇവർ എന്താ പറയുക, ഈ ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ആദ്യം അവർ ഇതൊരു സദാചാര ബോധമൊക്കെ ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ തെറ്റാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയെ ഞാൻ പോയി സെക്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു
ഒരു ഒരു ബോർഡർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാരെ നമ്മളൊരു സഹോദരി അല്ലെങ്കിൽ ഒരു ചേച്ചി എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കാണുക. അതേ ഒരു ബോധം ഇവരുടെ ഉള്ളിലും വന്നു. അങ്ങനെ അന്ന് അവർ ആ ഒരു പ്ലേ ചെയ്തില്ല. അപ്പോൾ അതൊന്നും ശരിയല്ല, അതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പക്ഷെ വീട്ടിലെത്തിയ സമയത്ത് ഇവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഇത് ചെയ്താൽ എന്താണ് പ്രശ്നം, ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് ജസ്റ്റ് ഒരു ഗെയിം അല്ലേ, ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നൊന്നുമില്ല, ഇതൊരു ആ രാത്രി മാത്രം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സംസാരമെങ്കിലും നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഒരു ഭാവിയിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഗെയിമിലേക്ക് കടക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം പിന്നെ ഒരു ദിവസം കൂടെ അവർ ഈ പാർട്ടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് അവർ ഭർത്താക്കന്മാരോടൊക്കെ പറയുന്നത്, ഭർത്താക്കന്മാർ 100 പ്രാവശ്യം പറയുന്നുണ്ട് ഞങ്ങൾ ഈ പരിപാടിക്കില്ല, ഞങ്ങൾക്ക് ഇതൊന്നും ശരിയല്ല, ഞങ്ങൾ ഭാര്യമാരെ ഇഷ്ടപ്പെടുത്തുന്ന ഭയങ്കര സത്യവാന്മാരായിട്ടുള്ള ഹസ്ബൻഡ്സ് ആണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭാര്യമാർക്കാണ് ഇത്തരമൊരു വെറൈറ്റി ഫാൻറ്റസി ചെയ്യണം എന്നുള്ളൊരു ബോധം വരുന്നത്. അങ്ങനെ ഇവരൊക്കെ നിർബന്ധിച്ച് CNN അടുത്തൊരു ദിവസം ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഇവർ ആ പാർട്ടിക്ക് പങ്കെടുക്കുന്നു. ഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. പലരും സെക്സ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നടക്കുന്ന ഒരു ഇമോഷണൽ കണക്ഷനും ഒരു ലവും ഒക്കെയാണ് സിനിമ പറയുന്നത്. കോമഡി രീതിയിലാണ് സിനിമ മുഴുവനായിട്ട് പോകുന്നത്. ഇതിൽ എനിക്ക് എടുത്തു പറയാവുന്നത്, ഇത് നമ്മുടെ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ ഇത് എപ്പോൾ വലിച്ചു കയറിയെന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ ആ ഒരു ബോധങ്ങളെയൊക്കെ, നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരത്തെ, നമ്മുടെ കേരളീയ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരത്തെ തന്നെ എന്താ പറയുക, ഒന്ന് ഹനിക്കുന്ന രീതിയിലുള്ള, ഒരു ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ്, ഒരു ഗെയിമാണ് ഇതിൽ സിനിമയിൽ കാണിക്കുന്നത്. ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷേ വെസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതിലൂടെ പറയുന്ന ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് പൊരുത്തപ്പെടാത്തവർ തമ്മിൽ, അതായത് കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവർ തമ്മിൽ ഇനി ജീവിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പുതിയൊരാളെ കിട്ടുവാണെങ്കിൽ, അവരുടെ വൈബിനൊത്ത ഒരാളെ കിട്ടുവാണെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് അതിലേക്ക് തന്നെ മാറാം എന്നുള്ളൊരു രീതിയിൽ ആണ് സിനിമയുടെ ഒരു എൻഡിങ് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സെക്ഷലി പരമായിട്ട് മാത്രമല്ല സിനിമയിൽ കാണിക്കുന്നത്, അതിലൊരുപാട് അവരുടെ ഒരു ഇമോഷൻസ് പറയുന്നുണ്ട്. എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ എൻ്റെ ഫാൻറ്റസീസ് മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറല്ല എനിക്കുള്ളത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു പാർട്ട്ണറെ അവർക്ക് കിട്ടുന്ന സമയത്ത് അവരതിൽ ഹാപ്പി ആവുന്നു. അപ്പോൾ അതായത് ഗെയിം ആണെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ സെർഗിയോ ലോറയുമായിട്ട് ഒരു പ്രണയമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു പറയാതെ പോയ ഒരു പ്രണയമായിരുന്നു. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയ സമയത്ത് അവരതിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവളുടെ ഇപ്പോഴുള്ള ഭർത്താവിനെ ചതിച്ചുകൊണ്ടല്ല, ആ ഭർത്താവിനും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അവർ തമ്മിൽ പിരിയുന്നതും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതൊക്കെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് അത് ഇപ്പോഴുള്ള എല്ലാ നമ്മുടെ നാട്ടിലുള്ള ആളുകളും ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടപ്പെട്ട ഒരു ഫാമിലി കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് പിരിഞ്ഞ് താമസിക്കുന്നതാണ്. എന്തോ നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ, നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഒരു ജനറേഷനിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോഴുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മടുക്കലുകളും കംഫർട്ടില്ലായ്മയൊക്കെ കൂടുതലായിട്ട് വരുന്നത്. നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേര് ഡൈവോഴ്സായി പോയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2K, അതായത് ഇനി വരുന്ന ഒരു ജനറേഷൻ ആണെങ്കിൽ പോലും അവർക്കൊക്കെയുള്ള ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണത്തിന് താല്പര്യമില്ലാത്ത പല പെൺകുട്ടികളുമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം സെക്സ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല, വൈബും അവരുടെ ഒരു ഫിസിക്കും അവരുടെ ഒരു മെൻ്റൽ കണക്ഷനും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് പല ആളുകളെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു കോമഡി ഫിലിം ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇൻഫ്ലുവൻസ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഫിലിമാണ്. ഇതൊരു ഇറോട്ടിക് സിനിമയൊന്നുമല്ല, കംപ്ലീറ്റ് ഇറോട്ടിക് സംഭവങ്ങളൊന്നുമല്ല. ഇതൊരു കോമഡി എൻ്റർടൈനറാണ്. ഇതിൽ ചെറിയ സീനുകളൊക്കെ വരുന്നുണ്ട്. പല സമയത്തും നമ്മളിത് കളി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ സീനുകൾ കാണാൻ വേണ്ടിയിട്ട് എടുത്ത് കാണേണ്ട സിനിമയൊന്നുമല്ല. ഇതിലൊരു നല്ലൊരു മെസ്സേജ് ഒരു എൻഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മെസ്സേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ലൊരു സിനിമയാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം.